നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിലെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോഡക്റ്റ് തന്നെയാണ് സൺസ്ക്രീൻ. പക്ഷേ സൺസ്ക്രീൻ അറൗണ്ട് കുറേ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട്. എങ്ങനെയാണ് നമ്മുടെ സ്കിൻ ടൈപ്പിന് പറ്റിയ സൺസ്ക്രീൻ ചൂസ് ചെയ്യുക? വാട്ട് ഇസ് SPF? വാട്ട് ഇസ് PA++ റേറ്റിംഗ്? ഇനി സൺസ്ക്രീൻ നമ്മൾ വീട്ടിനകത്ത് അപ്ലൈ ചെയ്യണം. സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ മുഖം വല്ലാണ്ട് സ്വെറ്റ് ആവുന്നു, ഡൾ ആവുന്നു, ഇതുപോലത്തെ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ അൺസോൾവ്ഡ് ആയിട്ട് കിടന്ന് കറങ്ങുന്നുണ്ട്. അതിനൊക്കെ ഉള്ള ഉത്തരമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് അഞ്ജു. എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ യു ആർ മോസ്റ്റ് വെൽക്കം ടു മൈ ചാനൽ. ഈ ചാനലിൽ ഒരു സബ്സ്ക്രൈബർ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും സൺസ്ക്രീൻ ഈസ് വൺ ഓഫ് മൈ മോസ്റ്റ് ഫേവറേറ്റ് സ്കിൻ കെയർ പ്രോഡക്റ്റ് ഐ വുഡ് സേ. ആൻഡ് പുതിയ സൺസ്ക്രീൻസ് ട്രൈ ഔട്ട് ചെയ്യാനും റിവ്യൂ ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഞാൻ പുതിയ കുറച്ച് സൺസ്ക്രീനെ കുറിച്ച് ഇങ്ങനെ റിസർച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നി ദർ ആർ സോ മെനി അൺആൻസേർഡ് ക്വസ്റ്റ്യൻസ് അറൌണ്ട് സൺസ്ക്രീൻ. സോ അതൊക്കെ നമുക്ക് ഇന്നൊന്ന് സോൾവ് ചെയ്യാം. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്ന അല്ലാതെ വേറെ എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു ഫീൽ ഫ്രീ ടു കമൻറ്റ് ഔട്ട് ബിലോ. ക്രൈറ്റീരിയാസ് ഫോർ ബെസ്റ്റ് സൺസ്ക്രീൻ നമുക്കൊരു 100,000 ഡിഫറെൻറ്റ് വേരിയൻസിലും ഡിഫറെൻറ്റ് ഓപ്ഷൻസും നമുക്കിപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എങ്ങനെ നമ്മളൊരു ബെസ്റ്റ് സൺസ്ക്രീൻ ചൂസ് ചെയ്യും? എങ്ങനെ നമ്മൾ നമ്മുടെ സ്കിൻ ടൈപ്പിന് പറ്റിയത് ഏതാണ് ബെസ്റ്റ് സൺസ്ക്രീൻ എന്ന് അറിയും? സോ ലെറ്റ് മീ ഹെൽപ്പ് യു ഔട്ട് ഹിയർ. നമ്മുടെ ഒരു കാലാവസ്ഥയ്ക്ക് എപ്പോഴും SPF 50+ ഉള്ള സൺസ്ക്രീൻ തന്നെ മേടിക്കുക. SPF എന്ന് പറയുന്നത് സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ. SPF 30 തൊട്ടുള്ള സൺസ്ക്രീൻസ് അവൈലബിൾ ആണ്. ഇൻഡോർ ഒക്കെ അപ്ലൈ ചെയ്യുന്നവരുണ്ടെങ്കിൽ SPF 30 ഇസ് ഓക്കെ. പക്ഷേ എപ്പോഴും ഔട്ട്ഡോർ പോകാൻ നേരത്ത് ഐ വുഡ് പേഴ്സണലി സജസ്റ്റ് SPF 50 മുകളിലുള്ള പ്രൊഡക്റ്റ് തന്നെ മേടിക്കാൻ നോക്കാം. ബ്രോഡ് സ്പെക്ട്രം UVA ആൻഡ് UVB പ്രൊട്ടക്ഷൻ. ഇപ്പോഴത്തെ പല ന്യൂസ് ആർട്ടിക്കിൾസും കണ്ടാൽ നമുക്ക് മനസ്സിലാവും ദാറ്റ് ഇസ് UV റേസ് നമ്മുടെ നാട്ടിൽ ഭയങ്കര ഹാഷാണ്, ഭയങ്കര ഹൈ ആണ്. സോ എപ്പോഴും PA റേറ്റിംഗ് ഉള്ള സൺസ്ക്രീൻ തന്നെ ചൂസ് ചെയ്യുക. ദാറ്റ് ഇസ് PA++ ഓർ 4+ ഉള്ള പ്രൊഡക്ട്സ് ആയിരിക്കും ഒന്നുകൂടെ ബെറ്റർ. ഈ PA എന്ന് പറയുന്ന ടേം മീൻസ് പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് UV റേസ്. സോ ഗ്രേറ്റർ PA+ റേറ്റിംഗ്, ഗ്രേറ്റർ ദി പ്രൊട്ടക്ഷൻ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൺസ്ക്രീൻ ഫിൽറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് പറയാം. ബേസിക്കലി 3 ഡിഫറെൻറ്റ് ടൈപ്സ് ആണ് വരുന്നത്: കെമിക്കൽ സൺസ്ക്രീൻ, ഫിസിക്കൽ സൺസ്ക്രീൻ ആൻഡ് ഹൈബ്രിഡ് സൺസ്ക്രീൻ. കെമിക്കൽ സൺസ്ക്രീൻ വർക്ക് ചെയ്യുന്നത് UV റേസിനൊക്കെ അബ്സോർബ് ചെയ്തുകൊണ്ടാണ്. പക്ഷെ ഫിസിക്കൽ ഓർ മിനറൽ സൺസ്ക്രീൻ വർക്ക് ചെയ്യുന്നത് UV റേസിനൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ബാരിയർ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ്. എന്നോട് പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ എനിക്ക് 3rd ടൈപ്പാണ് ഏറ്റവും ഇഷ്ടമുള്ളത്. ദാറ്റ് ഇസ് ഹൈബ്രിഡ് സൺസ്ക്രീൻ. ഹൈബ്രിഡ് സൺസ്ക്രീനിൽ യൂഷ്വലി ഒരു മിക്സ്ചർ ഓഫ് ബോത്ത് ആണ്, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ സൺസ്ക്രീൻ. സോ രണ്ടിൻ്റെയും ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടും. മോസ്റ്റ്ലി ഇപ്പോൾ വരുന്ന ഒരുവിധ എല്ലാ സൺസ്ക്രീൻസും ഹൈബ്രിഡ് സൺസ്ക്രീൻസ് ആണ്. ഇനി ടെക്സ്ചേഴ്സ് ആൻഡ് ഫിനിഷസ്. പല ഡിഫറെൻറ്റ് ടെക്സ്ചർ ആൻഡ് ഫിനിഷസിലുള്ള സൺസ്ക്രീൻസ് അവൈലബിൾ ആണ്. നമ്മുടെ സ്കിൻ ടൈപ്പിന് ചേരുന്ന ടെക്സ്ചർ ആൻഡ് ഫിനിഷ് അനുസരിച്ചുള്ള സൺസ്ക്രീൻ വേണം നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഓയിലി സ്കിൻ ആണെങ്കിൽ ജെൽ ഓർ ലിക്വിഡ് ടെക്സ്ചർ ഉള്ള ഒരു സൺസ്ക്രീൻ എപ്പോഴും പ്രിഫർ ചെയ്യുക. ആൻഡ് ഫിനിഷ് പറയുകയാണെങ്കിൽ മാറ്റ് ഓർ ഒരു നാച്ചുറൽ ഫിനിഷ് ഉള്ള സൺസ്ക്രീൻസ് ആയിരിക്കും ദി ബെസ്റ്റ് ഓപ്ഷൻ. ഇനി ഡ്രൈ സ്കിൻ ആണെങ്കിൽ ജെൽ ക്രീം ഓർ ക്രീം ടെക്സ്ചർ ഉള്ളൊരു സൺസ്ക്രീൻ ഓപ്റ്റ് ചെയ്യുക. ആൻഡ് ഫിനിഷ് വൈസ് പറയുകയാണെങ്കിൽ ഗ്ലോയി ഡ്യൂയി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും ഡ്രൈ സ്കിന്നുകാർക്ക് ദി ബെസ്റ്റ്. ഇവിടെ പക്ഷേ പ്രിഫറൻസിൻ്റെ ഒരു കാര്യമുണ്ട് കേട്ടോ. ഞാൻ പേഴ്സണലി ഒരു ഓയിലി കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് പേഴ്സൺ ആണെങ്കിലും എനിക്ക് അധികം മാറ്റ് ഫിനിഷ് ഇഷ്ടമല്ല. കുറച്ചൊരു നാച്ചുറൽ ഓർ കുറച്ചൊരു ഡ്യൂയി ഫിനിഷാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം. സോ ഫിനിഷും ടെക്സ്ചറും അക്കോർഡിംഗ് ടു യുവർ പ്രിഫറൻസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ടൈപ്സ് ഓഫ് സൺസ്ക്രീൻ. നോർമലി നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്നത് ക്രീം ഓർ ജെൽ ടെക്സ്ചറുള്ള സൺസ്ക്രീൻസ് ആണ്. ഇപ്പം പല ഡിഫറെൻറ്റ് സൺസ്ക്രീൻസ് ഇറങ്ങിയിട്ടുണ്ട്. ദാറ്റ് ഇസ് ലിക്വിഡ് കൈൻഡ് ഓഫ് ടെക്സ്ചറുള്ള സൺസ്ക്രീൻസ് ഉണ്ട്. ഇൻവിസിബിൾ ഓർ ഒരു സിലിക്കോൺ ഫിനിഷുള്ള ടെക്സ്ചറുള്ള സൺസ്ക്രീൻസ് ഉണ്ട്. ടിൻറ്റഡ് സൺസ്ക്രീൻസ് ഉണ്ട് വിച്ച് പെർഫോംസ് ലൈക്ക് BB ക്രീം ഓർ ഒരു CC ക്രീം പോലെ ലൈറ്റ് കവറേജ് തരുന്ന സൺസ്ക്രീൻസും ഉണ്ട്. പിന്നെ റീ അപ്ലിക്കേഷന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റിക്ക് സൺസ്ക്രീൻ ഓർ സ്പ്രേ സൺസ്ക്രീൻ ഓർ പൗഡർ സൺസ്ക്രീൻസും അവൈലബിൾ ആണ്. ആപ്ലിക്കേഷൻ ഓഫ് സൺസ്ക്രീൻ എപ്പോഴും നമ്മുടെ സ്കിൻ കെയർ റുട്ടീൻ കഴിഞ്ഞതിന് ശേഷം അപ്ലൈ ചെയ്യുക. ദാറ്റ് ഇസ് ഫേസ് വാഷ്, മോയ്സ്ചറൈസർ, ടോണർ, സീറം ഇതുപോലത്തെ എല്ലാ പ്രൊഡക്ട്സും യൂസ് ചെയ്തതിന് ശേഷം സൺസ്ക്രീൻ യൂസ് ചെയ്യുക ജസ്റ്റ് ബിഫോർ മേക്കപ്പ്. 9 AM to 4 PM ആ ഒരു ടൈമിൽ നമ്മളെപ്പോൾ പുറത്തിറങ്ങുകയാണെങ്കിലും സൺസ്ക്രീൻ ഇടുന്നതാണ് ദി സേഫസ്റ്റ് ഓപ്ഷൻ. ആൻഡ് പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് പുറത്തോട്ട് ഇറങ്ങുന്നതിന് ഒരു 10 to 15 minutes മുന്നെങ്കിലും നമ്മൾ സൺസ്ക്രീൻ ഇടണം കേട്ടോ. ജസ്റ്റ് ഇറങ്ങുന്നതിന് തൊട്ട് മുന്നേ ഇടുന്നതിനെക്കാളും എപ്പോഴും നല്ലത് ഒരു 10-15 മിനിറ്റ് മുന്നേ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നതാണ്. എത്ര എമൗണ്ട് ഓഫ് സൺസ്ക്രീൻ നമ്മൾ അപ്ലൈ ചെയ്യണം? ജനറലി പറയുന്നത് 2 finger റൂളാണ്. ദാറ്റ് ഇസ് ഈ 2 ഫിംഗറിലും ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക എന്നുള്ളത്. പക്ഷേ ഐ ഡോണ്ട് തിങ്ക് 2 finger റൂൾ ഇസ് മാൻഡേറ്ററി. ഐ തിങ്ക് നമ്മുടെ മുഖം ഫുള്ളി ഒന്ന് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു എമൗണ്ട് നല്ലപോലെ ഒന്ന് ജനറസ് ആയിട്ട് അപ്ലൈ ചെയ്താൽ മതി. കുറച്ച് സൈസ്ഡ് എമൗണ്ട് ഒന്നും എടുത്തിട്ട് അപ്ലൈ ചെയ്യരുത് കേട്ടോ. കുറച്ച് ജനറസ് ആയിട്ട് നമ്മുടെ മുഖം കവർ ചെയ്യുന്ന രീതിയിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. എസ്പെഷ്യലി ഓയിലി കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് ഒക്കെ ഉള്ളവരാണെങ്കിൽ 2 finger റൂൾ കുറച്ച് ഓവർ ആയിരിക്കും.
സോ നമ്മുടെ ഒരു കൺവീനിയൻസ് അനുസരിച്ച് നമ്മുടെ മുഖം ഫുള്ള് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം. സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ ഒരിക്കലും ബോഡിയും ലിപ്സും മറക്കരുത്. ദാറ്റ് ഈസ് ബോഡിയിലും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. ബോഡി സൺസ്ക്രീൻസ് ഇപ്പോൾ അവൈലബിൾ ആണ്. നിങ്ങൾക്കൊരു ബോഡി സൺസ്ക്രീൻ മേടിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഫേസിൽ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ തന്നെ എവിടെയൊക്കെയാണോ മേജർലി സൺ എക്സ്പോസ്, ഇപ്പോൾ ഈ ഒരു കുർത്തയിൽ നെക്ക് ഏരിയ, ചെവിയുടെ ഈ ഒരു ഏരിയ, കൈയിൻ്റെ ഇത്രയും ഭാഗം, ഇതൊക്കെ സൺ എക്സ്പോസ്ഡ് ആവും ഞാൻ ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് പുറത്തിറങ്ങുകയാണെങ്കിൽ. സോ ഈ ഒരു ഏരിയ ഒക്കെ മിനിമം നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ നോക്കുക, ഇഫ് നോട്ട് ഹോൾ ബോഡി. ഓക്കെ. പിന്നെ ലിപ്സ് ഡാർക്ക് ആവാനുള്ള വൺ ഓഫ് ദി മേജർ കോസ് ആയിട്ട് പറയുന്നൊരു കാര്യമാണ് സൺ എക്സ്പോഷർ. സോ എപ്പോഴും പുറത്തോട്ട് ഇറങ്ങുന്നതിന് മുന്നേ ഓർ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ SPF ഉള്ള ഒരു ലിപ് ബാം അപ്ലൈ ചെയ്യുക. ഇപ്പോൾ SPF 30 or 50 ഒക്കെ ഉള്ള ലിപ് ബാംസ് ധാരാളം അവൈലബിൾ ആണ്. സോ അങ്ങനെ ഒരു ലിപ് ബാം അപ്ലൈ ചെയ്യുക. നിങ്ങളിപ്പോൾ ലിപ്സ്റ്റിക് ഇടുന്നില്ല എന്നാണെങ്കിൽ തന്നെ എപ്പോഴും SPF ഉള്ള ഒരു ലിപ് ബാം യൂസ് ചെയ്യുക. ടിൻറ്റഡ് വൺസും അവൈലബിൾ ആണ്, സോ യു ക്യാൻ യൂസ് ദാറ്റ്. ഹെയർ സൺസ്ക്രീൻസും ഇപ്പോൾ അവൈലബിൾ ആണെന്ന് നിങ്ങൾക്ക് അറിയാവോ. ദാറ്റ് ഈസ് ഹെയറിന് പറ്റിയ സൺസ്ക്രീൻസ് ഓർ ഹെയർ സീറംസിൽ സൺ പ്രൊട്ടക്ഷൻ ഫാക്ടേഴ്സ് ഇപ്പം വരുന്നുണ്ട്. ഇഫ് യു ക്യാൻ ഇൻകോപ്പറേറ്റ് ഒരു SPF ഉള്ള ഹെയർ സീറം യൂസ് ചെയ്യാം. ഈ സൺ പ്രൊട്ടക്ഷനെ കുറിച്ചും ബാക്കി സമ്മർ എസെൻഷ്യലിനെ കുറിച്ചൊക്കെ ഞാൻ ഈ ഒരു സമ്മർ മസ്റ്റ് ഹാവ്സ് വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇഫ് യു ഹാവ് നോട്ട് വാച്ച്ഡ് ഇറ്റ്, ആഫ്റ്റർ ദിസ് വീഡിയോ പ്ലീസ് ഡു ചെക്ക് ദിസ് വീഡിയോ ഔട്ട്. ഞാൻ ഒരുപാട് ഡിഫറെൻറ്റ് പ്രോഡക്ട്സ് മെൻഷൻ ചെയ്തിട്ടുണ്ട് വിച്ച് ആർ ഗ്രേറ്റ് ഫോർ സമ്മർ ടൈം. ഇനി കുറച്ച് കോമൺലി ആസ്ഡ് ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാം. ദാറ്റ് ഇസ് സൺസ്ക്രീൻസ് ഇൻഡോർ അപ്ലൈ ചെയ്യണോ വേണ്ടയോ? ഞാൻ സൺസ്ക്രീൻസ് വീട്ടിനകത്ത് അപ്ലൈ ചെയ്യാറില്ല. ബിക്കോസ് എനിക്ക് ഭയങ്കര ഓയിലി കോമ്പിനേഷൻ സ്കിന്നാണ്. അതുകൊണ്ട് ഞാൻ സൺസ്ക്രീൻസ് വീട്ടിനകത്തിരിക്കുമ്പം പൊതുവെ അവോയ്ഡ് ചെയ്യാറാണ് പതിവ്. പക്ഷെ പുറത്തു പോവാണെങ്കിൽ ഡെഫിനറ്റ്ലി സൺസ്ക്രീൻസ് ഞാൻ അപ്ലൈ ചെയ്യും കേട്ടോ. സോ ഇൻഡോർ ഇടണോ വേണ്ടയോ എന്നുള്ളത് ഇറ്റ്സ് അഗെയിൻ യോർ പ്രിഫറൻസ്. കുറച്ചുകൂടെ ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാവുന്നതാണ്. ഇടണം എന്ന് പറയുന്നവരുണ്ട്, ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയുന്നവരുണ്ട്. സോ ഇറ്റ് ഈസ് യുവർ ഡിസിഷൻ. ഇസ് മോയ്സ്ചറൈസർ ഓർ മേക്കപ്പ് വിത്ത് SPF എനഫ്? ഇപ്പം നമുക്ക് മാർക്കറ്റിൽ ഡിഫറെൻറ്റ് മോയ്സ്ചറൈസേഴ്സും ഈ ഫൗണ്ടേഷൻസും BB ക്രീംസും ഒക്കെ അവൈലബിൾ ആണ് വിത്ത് SPF. പൊതുവേ ഇതിലൊക്കെ SPF 30 ഓർ ബിലോ ആണ് ഉണ്ടാവുക. ഈവൻ ചില പ്രോഡക്ട്സിൽ ഉണ്ടെങ്കിൽ തന്നെ ഐ വുഡ് സേ ഇറ്റ്സ് നോട്ട് എനഫ്. ഒരു മോയ്സ്ചറൈസർ വിത്ത് SPF ഓർ ഒരു ഫൗണ്ടേഷൻ ഓർ BB ക്രീം വിത്ത് SPF ഇസ് നോട്ട് ഇനഫ് എന്ന് ഞാൻ പറയുള്ളൂ. നിങ്ങളത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓൾറെഡി സൺസ്ക്രീൻ ഇട്ടതിന് ശേഷം ഈ ഒരു പ്രൊഡക്റ്റ് കൂടെ യൂസ് ചെയ്യുകയാണെങ്കിൽ മേ ബി ഒരു എക്സ്ട്രാ ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ പോലെ ആവുമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിലൊക്കെ മോസ്റ്റ്ലി SPF 30 ഓർ ബിലോ ആണ് ഉണ്ടാവുക. സെക്കൻഡ് റീസൺ, നമ്മൾ സൺസ്ക്രീൻ ഇടുന്ന ആ ഒരു ക്വാണ്ടിറ്റി നമുക്ക് ഈ ഒരു മേക്കപ്പ് പ്രൊഡക്ട്സ് ഇടാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പം BB ക്രീം ഓർ CC ക്രീം ഓർ ഫൗണ്ടേഷനൊക്കെ നമ്മൾ സൺസ്ക്രീൻ ഇടുന്ന പോലെ നമുക്ക് വാരി തേക്കാൻ പറ്റില്ല. ഓക്കെ. So that again doesn't give you enough or adequate protection. So I would suggest എപ്പോഴും SPF sunscreen തന്നെ മേടിച്ച് യൂസ് ചെയ്യുക. Do not depend on these kind of base makeup products. എക്സസീവ് സ്വെറ്റിംഗ് ആഫ്റ്റർ യൂസിങ് സൺസ്ക്രീൻ. പലരും സൺസ്ക്രീൻ ഇടാൻ മടിക്കുന്ന ഒരു കാരണം എന്ന് പറയുന്നത് സൺസ്ക്രീൻ ഇട്ട് കഴിയുമ്പോൾ ഭയങ്കര എക്സസീവായിട്ട് സ്വെറ്റ് ചെയ്യുന്ന പോലെ ആവുന്നു എന്നുള്ളതാണ്. സോ എന്തുകൊണ്ടാണ് ഇത് പൊതുവെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ഡിഫറെൻറ്റ് പ്രൊഡക്ട്സ് ലെയർ ചെയ്യുമ്പോഴാണ് പൊതുവെ ഇത് സംഭവിക്കാറ്. ദാറ്റ് ഇസ് നമ്മൾ ടോണർ, സീറം, മോയ്സ്ചറൈസർ, അതിൻ്റെ മുകളിൽ സൺസ്ക്രീൻ ഒക്കെ ഇടുമ്പോഴത്തേനും നമ്മൾ അത്യാവശ്യം നല്ലൊരു ലെയർ ബിൽഡപ്പ് ചെയ്ത് കഴിഞ്ഞു. അതും അബ്സോർബ് ചെയ്യാൻ ടൈം കൊടുക്കാതെ പെട്ടെന്ന് ഓൺ ടോപ്പ് ഓഫ് വൺ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ again it happens. So that could be one reason. പിന്നെ ഒരു റീസൺ എന്ന് പറയുന്നത് എക്സസീവ് റബ്ബിങ് ഓഫ് സൺസ്ക്രീൻ. ദാറ്റ് ഇസ് നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ നേരത്ത് ഒരുപാട് അങ്ങോട്ട് റബ്ബ് ചെയ്ത് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്ത് കുറേ നേരം നമ്മളിങ്ങനെ റബ്ബ് ചെയ്യുമ്പം അവിടെ ഫ്രിക്ഷൻ ക്രിയേറ്റ് ആവും. സോ ആ ഒരു റീസൺ കൊണ്ടും കൂടെ നമുക്ക് ഭയങ്കരമായിട്ട് സ്വെറ്റിംഗ് ഉണ്ടാവാം. സോ നിങ്ങൾ സൺസ്ക്രീൻ ഇട്ട ഉടനെ ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക, ഉണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യുക. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ജെൽ ലൈക്ക് ടെക്സ്ചർ ഉള്ള സൺസ്ക്രീൻസ് യൂസ് ചെയ്യുക. അത് നമ്മുടെ സ്കിന്നിൽ എപ്പോഴും ലൈറ്റ് വെയ്റ്റ് ആയിരിക്കും. പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് സെറ്റിൽ ഡൗൺ ആവുകയും ചെയ്യും. സോ ആ ഒരു എക്സസീവ് സ്വെറ്റിങ്ങിൻ്റെ ഇഷ്യൂ ഉണ്ടാവില്ല കേട്ടോ. വേറെ കുറേ പേര് ചോദിച്ച് കണ്ടൊരു ക്വസ്റ്റ്യൻ ആണ് ഡൾ സ്കിൻ ആഫ്റ്റർ യൂസിങ് സൺസ്ക്രീൻ. സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞ് സ്കിന്ന് ഭയങ്കരമായിട്ട് ഡള്ളായിട്ടിരിക്കുന്നു, ഭയങ്കരമായിട്ട് ഇരുണ്ട പോലെ അല്ലെങ്കിൽ കരുവാളിച്ച പോലെ ഇരിക്കുന്നു എന്നുള്ളത്. എഗെയിൻ ഇതും സംഭവിക്കാൻ പോസിബിളി കുറച്ച് റീസൺസ് ഉണ്ട്. ദാറ്റ് ഇസ് മേ ബി നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഫിസിക്കൽ സൺസ്ക്രീൻ ആവും. ഈ ഫിസിക്കൽ സൺസ്ക്രീൻ ഓർ മിനറൽ സൺസ്ക്രീൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ മുകളിൽ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്ത്
വർക്ക് ചെയ്യുന്ന സൺസ്ക്രീനാണ്. സോ ഫിസിക്കൽ സൺസ്ക്രീനാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഹൈബ്രിഡ് സൺസ്ക്രീനിലോട്ടൊന്ന് സ്വിച്ച് ചെയ്ത് നോക്കൂ, ചിലപ്പോൾ ആ പ്രോബ്ലം മാറും കേട്ടോ. ഓർ എൽസ് വൈറ്റമിൻ സി ഓർ ആൻറ്റി ഓക്സിഡൻസ് ഉള്ള ഒരു സൺസ്ക്രീനാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിലും ഈ ഒരു പ്രശ്നം ഉണ്ടാവാം. ദാറ്റ് ഇസ് ഡള്ളായിട്ട് തോന്നാം ഫേസ്. ബിക്കോസ് ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻ സിയും ഒക്കെ എക്സസീവ് ഹീറ്റിന് ഓക്സിഡൈസ് ആവും. സോ മേ ബി ആ ഒരു കാരണം കൊണ്ടാവാം മുഖം ഡള്ളായിട്ട് തോന്നുന്നത്. അപ്പം ഇതുപോലത്തെ ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻ സീസും ഉള്ള സൺസ്ക്രീൻസ് അവോയ്ഡ് ചെയ്തിട്ട് ഇതൊന്നും ഇല്ലാത്ത വേറെ സൺസ്ക്രീൻ യൂസ് ചെയ്ത് നോക്കുക കേട്ടോ. വേറൊരു കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ സൺസ്ക്രീൻ വൈറ്റ് കാസ്റ്റ് ഉണ്ടെങ്കിൽ ഓർ ഭയങ്കര ഓയിലി ആണ് സൺസ്ക്രീൻ ഉണ്ടെങ്കിലും നമുക്ക് മുഖം ഡള്ളായിട്ട് തോന്നാം കേട്ടോ. ദാറ്റ് ഇസ് വൈറ്റ് കാസ്റ്റ് ഉണ്ടെങ്കിൽ അത് ബ്ലെൻഡിങ് ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു ഗ്രേ ഒരു ലെയർ പോലെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് ചിലപ്പോൾ മുഖം ഡള്ളായിരിക്കുന്ന പോലെ തോന്നാം. പിന്നെ ഭയങ്കര ഓയിലി ആണ് സൺസ്ക്രീൻ എന്നുണ്ടെങ്കിലും മുഖം കുറച്ചൊന്ന് ഡള്ളായിട്ടോ അല്ലെങ്കിൽ ഇരുണ്ടിരിക്കുന്ന പോലെ തോന്നാം കേട്ടോ. ഒരാൾക്ക് ഒരു സൺസ്ക്രീൻ മുഖം ഭയങ്കര ഡള്ളാക്കുന്നു എന്നാണെങ്കിൽ വേറൊരാൾക്കും അത് സംഭവിക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഫോർ എക്സാമ്പിൾ വിഷ് കെയറിൻ്റെ ലിക്വിഡ് സൺസ്ക്രീൻ എനിക്ക് കുഴപ്പമില്ലാണ്ട് വർക്കാവും, എൻ്റെ മുഖം ഡള്ളാവുന്ന പോലെ എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ആ ഒരു സൺസ്ക്രീൻ എൻ്റെ ഹസ്ബൻഡ് ഇടുമ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫേസ് കുറച്ച് ഡള്ളാവുന്ന പോലെ കുറച്ച് ഇരുണ്ടിരിക്കുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ ഇറ്റ് വർക്ക്സ് ഫോർ മീ, ഇറ്റ് ഡസൻറ്റ് വർക്ക് ഫോർ ഹിം. സോ അങ്ങനെ ഒരു പ്രശ്നവും കൂടെ ഉണ്ട് ഇതിൽ. സോ മേജർലി ഈ പ്രശ്നത്തിനുള്ളൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വർക്ക് ആവുന്നില്ല എന്നാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹൈബ്രിഡ് വൈറ്റമിൻ സി ആൻറ്റി ഓക്സിഡൻസ് ഒന്നും ഇല്ലാത്തൊരു ബേസിക് സിമ്പിളായിട്ടുള്ള വേറൊരു സൺസ്ക്രീൻ, ഒരു ജെൽ ലൈക്ക് ടെക്സ്ചറൊക്കെ ഉള്ള അല്ലെങ്കിൽ ക്രീം ജെൽ ടെക്സ്ചർ ഉള്ള ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. ട്രയൽ ആൻഡ് എറർ ആണ് ഇവിടെ ബെസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പോകുന്നത്. പിന്നെ റിവ്യൂ വീഡിയോസും സ്വോച്ചസും ഒക്കെ ഒന്ന് കണ്ടുനോക്കുക ഒരു സൺസ്ക്രീൻ വാങ്ങുന്നതിന് മുന്നേ. ഞാൻ തന്നെ പേഴ്സണലി 20+ സൺസ്ക്രീൻസ് ഈ ഒരു ചാനലിൽ റിവ്യൂ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ഞാൻ കുറച്ച് പുതിയ സൺസ്ക്രീൻസ് ടെസ്റ്റ് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റിവ്യൂ കമ്മിങ് സൂൺ. സൺസ്ക്രീൻ റീഅപ്ലിക്കേഷൻ. സൺസ്ക്രീൻ ഒരുക്കി ഇട്ടിട്ട് പോയി എന്നുകൊണ്ട് കാര്യം ആയില്ല. എവറി 2 to 3 hours സൺസ്ക്രീൻ റീഅപ്ലൈ ചെയ്യാൻ മറക്കരുത്. സൺസ്ക്രീൻ റീഅപ്ലിക്കേഷൻ ഒരു ഡിഫറെൻറ്റ് വീഡിയോന്നുള്ള ടോപ്പിക്കാണ്. ഈ സൺസ്ക്രീൻ നമുക്ക് എങ്ങനെ റീഅപ്ലൈ ചെയ്യാം, എന്തൊക്കെയാണ് സൺസ്ക്രീൻ റീഅപ്ലൈ ചെയ്യാനുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൺസ്ക്രീൻ ഒക്കെ നമുക്ക് ഇനി ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അതെനിക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡെമോ കാണിച്ച് ചെയ്യണമെന്നുണ്ട് കേട്ടോ. സോ ഐ എം കീപ്പിംഗ് ഇറ്റ് അസൈഡ് ഫോർ നെക്സ്റ്റ് വീഡിയോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ഡൗൺ ബിലോ ആൻഡ് ലെറ്റ് മീ നോ. എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഒരിക്കലും മറക്കരുത്.